ബെയറിംഗ് ഗോഡ്സ് ഇമേജ് ഇൻ ദ വേൾഡ്. ഇന്ന് ധ്യാനത്തിന് ആധാരമായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ പരീശന്മാരും ഹേരോദ്യരും ഒരുമിച്ച് കർത്താവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ വന്ന് കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിക്കുന്നു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഒരു വിശ്വാസി ദൈവവിരുദ്ധ ശക്തികളെ തിരിച്ചറിയണം. കാപട്യവും ദുഷ്ടതയും ഉള്ള ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാപട്യവും ദുഷ്ടതയും തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഉണ്ടായിരിക്കണം. കൈസർക്ക് കരം കൊടുക്കണം എന്ന് പറഞ്ഞാലും കൊടുക്കേണ്ട എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. എന്നാൽ നാണയം കാണിച്ചിട്ട് കർത്താവ് പറയുന്നത് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്നാണ്. ദൈവം നൽകുന്ന അധികാരം അല്ലാതെ ഈ ലോകത്തിൽ മനുഷ്യന് മറ്റൊരു അധികാരവും ഇല്ല എന്ന് തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ അധികാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുവാൻ സാധിക്കുകയുള്ളൂ. ലോകക്രമം അനുസരിച്ച് ഈ ലോകത്തിന്റെ അധികാരികളോടും നാം കടപ്പെട്ടിരിക്കുന്നു. അതനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ നാം നിറവേറ്റുന്നതാണ്. എന്നാൽ എല്ലാറ്റിനും ഉപരി ദൈവം നമ്മെ തന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിന് അവകാശപ്പെട്ടിരിക്കുന്നു. നാണയത്തിലെ സ്വരൂപം കൈസറുടേതാണെങ്കിൽ മനുഷ്യരിലെ സ്വരൂപം ദൈവത്തിൻ്റെതാണ്. We belong to God. Everything ultimately belongs to God. We bear His divine image. രണ്ടാമത് പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യരോട് കർത്താവ് പറയുന്നത് ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. The God of Abraham and Isaac and of Jacob. Living God must be the God of living men. അതുകൊണ്ട് പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് പറയുന്നു. പുനരുത്ഥാനത്തിൽ വിവാഹം കഴിക്കുന്നതുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ അവർ ആകുന്നു. എ ട്രാൻസ്ഫോംഡ് റിലേഷൻഷിപ്പ്. നമ്മിലെ ദൈവ സ്വരൂപം തിരിച്ചറിഞ്ഞ് ഈ വലിയ പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനെ ഈ പീഡാനുഭവ ആഴ്ചയിലെ ആരാധനയും ധ്യാനവും നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.